ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. കാലുകൾ വളരെ ഡ്രൈ ആയിട്ട് പൊട്ടാറുണ്ട്. ഹീൽസുകളിൽ അല്ലെങ്കിൽ ഉപ്പൂറ്റിയിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. ക്രാക്കുകൾ വന്ന് അതിൽ നിന്ന് ചോര വരിക, നീറ്റൽ അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. കാലുകൾ പൊതുവേ പലരുടെയും വളരെ ഡ്രൈ ആയിരിക്കും. ഇത് മാറ്റാനുള്ള ഹോം റെമഡീസും അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകളുമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ആദ്യമായിട്ട് ഈ ഉപ്പൂറ്റി ഇങ്ങനെ പൊട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മിക്കവാറും ഇത് കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ്, വീട്ടമ്മമാരിലാണ് പൊതുവെ കാണപ്പെടുന്നത്. ഒരുപാട് നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഓവർ വെയ്റ്റ് ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ കാലിൻ്റെ ഹീലിൽ, അതായത് ഉപ്പൂറ്റിയിലേക്ക് വളരെയധികം പ്രഷർ അനുഭവപ്പെടുകയും ഇവിടുത്തെ സ്കിന്ന് വളരെ ഹാർഡാവുകയും അത് പൊട്ടുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നമ്മൾ വീട്ടിനകത്തൂടെ ചെരുപ്പൊക്കെ ഇടാതെ നടക്കുവാണെങ്കിൽ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ റഫായിട്ടുള്ള നമ്മൾ മണ്ണിലൂടെയൊക്കെ ചെറിയ കല്ലുകളൊക്കെ തട്ടി നടക്കുവാണെങ്കിലും ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇത് ഒരു മെയിൻ റീസണാണ്. പിന്നെ ഉള്ളത് ഡീഹൈഡ്രേഷനാണ്. അതായത് നമ്മൾ വളരെ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണെങ്കിൽ നമുക്കിങ്ങനെ കാലുകൾ പൊട്ടാം, ചുണ്ടുകളും ഒക്കെ പൊട്ടുന്നത് സാധാരണയാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക. വളരെ എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അകത്തുകൂടെ നടക്കുമ്പോൾ ഒക്കെ ചെരുപ്പ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റുട്ടീൻസിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങളിങ്ങനെ ക്രാക്സ് വരുമ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഇങ്ങനെ ക്രാക്സ് വന്നിട്ട് അത് പൊട്ടി അതിൽ ഇൻഫെക്ഷൻ വന്ന് കാലിൽ നീരൊക്കെ വരുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ സെല്ലുലൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ ഡയറക്റ്റ് ഡോക്ടറെ കണ്ട് ഇൻറ്റേർണൽ മെഡിസിൻസും അതുപോലെ തന്നെ പുറത്ത് പുരട്ടാനുള്ള മരുന്നുകളും ഒക്കെ വാങ്ങിക്കേണ്ടതാണ്. അതുപോലെ പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയബറ്റീസ് ഉള്ളവരാണ്. ഇവരും ഇങ്ങനെ ക്രാക്സ് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പിന്നീട് നെർവ്സിനെയൊക്കെ ബാധിച്ച് അൾസേഴ്സൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവരും ആദ്യം തന്നെ, ഡയബറ്റീസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഇതിന് നല്ലൊരു ഡോക്ടറെ കണ്ട് അതിനുള്ള പോംവഴി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ളവർ ഇങ്ങനെ ഉപ്പൂറ്റി പൊട്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 3 ഓയിൻമെൻറ്റുകൾ പരിചയപ്പെടുത്തി തരാം. ഇത് ഓയിൻമെൻറ്റ് രൂപത്തിലും അതുപോലെ തന്നെ ബോട്ടിലുകളിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഓയിൻമെൻറ്റ് തന്നെ വാങ്ങുന്നതാണ് നല്ലത്. അതായിരിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പം. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് ജാത്യാതിഘൃതമാണ്. ജാത്യാതിഘൃതം ഓയിൻമെൻറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു ജാത്യാതിഘൃതം നിങ്ങൾക്ക് ഇങ്ങനെ വിണ്ട് കീറുന്നതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പൂർവ്വ രീതിയിൽ കാല് പഴയ രീതിയിലേക്ക് ആവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ രാത്രി കാല് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നന്നായി തുടച്ച് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ജാത്യാതിഘൃതം തേച്ച് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു സോക്സ് ഇടുവാണെങ്കിൽ വളരെ നല്ലതാണ്. രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളൊരു 2-3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ വൂണ്ടൊക്കെ ഹീലാവുന്നതാണ്. ഒന്നാമത്തേത് ഇതാണ്. ഇത് ജാത്യാതിഘൃതം നിങ്ങൾക്ക് ബോട്ടിലിൽ ഘൃതമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതിലും നല്ലത് നിങ്ങൾ ഓയിൻമെൻറ്റ് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഇത് ജാത്യാതിഘൃതമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ജീവന്ത്യാദി യമകം ഓയിൻമെൻ്റ് ആണ്. ഇതും നിങ്ങൾക്ക് ബോട്ടിലിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതല്ലാതെ നിങ്ങൾ ഓയിൻമെൻറ്റ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഈ ജീവന്ത്യാദി യമകവും നിങ്ങൾക്ക് കാല് വളരെ ഡ്രൈ ആവുന്നതിനും അതുപോലെ ഇങ്ങനെ പൊട്ടിയത് പെട്ടെന്ന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനും ഒക്കെ വളരെ നല്ലതാണ്. മഞ്ചിഷ്ട, ജീവന്തിയൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു യമകം, അതായത് ഘൃതം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ജീവന്ത്യാദി യമകവും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കാല് ക്ലീൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കിടക്കാവുന്നതാണ്. ഒരു അരമണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്തിട്ട് കിടക്കുമ്പോൾ സോക്സ് ഇട്ട് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് ശതദൗതഘൃതം ഓയിൻമെൻ്റ് ആണ്. ശതദൗതഘൃതത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഓയിൻമെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കും. അപ്പോൾ ഈ ശതദൗതഘൃതവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല പുകച്ചിലൊക്കെയുള്ള കണ്ടീഷൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ശതദൗതഘൃതം ഉപയോഗിക്കുമ്പോൾ ആ പുകച്ചിലൊക്കെ മാറാൻ സഹായിക്കും. ഇത് 2 തരത്തിലുള്ള ഓയിൻമെൻറ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്ലെയിൻ ആയിട്ടുള്ളത്, അതായത് ഒരു യെല്ലോ കളറിലായിരിക്കും ഈ ശതദൗതഘൃതത്തിൽ കിട്ടുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പാമര
കഷായത്തിൽ വാഷ് ചെയ്തിട്ടുള്ള ശതദൗതഘൃതവും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാല് ഇങ്ങനെ പൊട്ടുന്നവർക്ക്, അത് നല്ല പുകച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പാമര കഷായത്തിൽ വാഷ് ചെയ്തിട്ടുള്ള ശതദൗതഘൃതം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു ഈ ഓയിൻമെൻ്റ് ഒരു ബ്ലാക്കിഷ് കളറിലാണ് ഉണ്ടാവുക. മറ്റേ പ്ലെയിൻ ആയിട്ടുള്ളത് ഒരു യെല്ലോ കളറിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾ നാൽപ്പാമര കഷായത്തിൽ വാഷ് ചെയ്തത് വാങ്ങുന്നതാണ് നല്ല പുകച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള മൂന്നും ആയുർവേദ മരുന്നുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല ക്രാക്സ് ഉണ്ട്, അത് മാറ്റണം എങ്കിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 3 മരുന്നുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ നിങ്ങളെ ഡെയിലി റുട്ടീനിൽ നിങ്ങൾ കെയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ കാല് ഒരു 20 മിനിറ്റ് ഉപ്പിട്ട വെള്ളത്തിൽ ഇറക്കി വെക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം ചെറിയൊരു പ്യുമിക് സ്റ്റോൺ യൂസ് ചെയ്തിട്ട് ഒന്ന് നിങ്ങളുടെ ഹീൽസൊക്കെ ഒന്ന് റബ്ബ് ചെയ്യുക. വളരെ ഹാർഡായിട്ട് റബ്ബ് ചെയ്ത് ഡെഡ് സ്കിൻസ് കളയരുത്. വളരെ മൈൽഡായിട്ട് വാഷ് ചെയ്ത് കളയുക. അവിടെയുള്ള ഡെഡ് സ്കിൻസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുക. ഇത് വീക്കിലി ഒരു ദിവസം മാത്രം ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസറായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓയിൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ ഇതാണ് നിങ്ങൾ നോർമൽ ചെയ്യേണ്ട ഫുഡ് കെയർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ 3 ഓയിൻമെൻറ്റ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ ഇതിനുള്ള ഒരു 2 റെമഡി കൂടെ ഞാൻ പറഞ്ഞു തരാം. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു 2 റെമഡി. ഒന്നാമത്തേതെന്ന് പറയുന്നത് നെയ്യാണ്. ഒരു സ്പൂൺ നെയ്യിലേക്ക് നിങ്ങൾ ഒരു പിഞ്ച് മഞ്ഞൾ കൂടെ ചേർത്തിട്ട് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതും നല്ല പുകച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറാനും ഈ ക്രാക്സ് മാറാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ വേറെ ഒരു റെമഡി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത് ഡെയിലി നിങ്ങളുടെ കാലിനൊരു മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതിന് വേണ്ടത് ഒന്ന് കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണ. പിന്നെ ഒന്ന് വേണ്ടത് എള്ളെണ്ണയാണ്. ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുക. ഒരു 50 ml ആവണക്കെണ്ണയും അതുപോലെ തന്നെ 50 ml എള്ളെണ്ണയും കൂടി എടുക്കാം. ഇതിലോട്ട് നിങ്ങൾക്ക് ചേർക്കേണ്ടത് ഒരു 20 ഗ്രാം ബി വാക്സ് ആണ്. ബി വാക്സ് നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇത് വളരെ മോയ്സ്ചറൈസിങ് ആണ്, ഈ ക്രാക്സ് മാറാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എള്ളെണ്ണയും അതുപോലെ തന്നെ ആവണക്കെണ്ണയും മിക്സ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക. ഒരു തിളച്ച വെള്ളം തിളപ്പിക്കുക. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പാത്രത്തിൽ നിങ്ങൾ ഈ 2 എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക. നന്നായി ചൂടായിട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് 20 ഗ്രാം ബി വാക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി മെൽട്ടായതിന് ശേഷം നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ അത് നല്ലൊരു ക്രീം പരുവത്തിലേക്കാവും. കുറച്ച് നല്ല തിക്നെസ്സായിട്ട് ഒരു ജെൽ പരുവത്തിലാവും. ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇത് ഡെയിലി നിങ്ങൾക്കൊരു മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ക്രാക്സ് ഉള്ള സമയത്തും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. വളരെ മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ ഈ ഒരു 2 റെമഡിയും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് വീട്ടിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന റെമഡീസാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.